Hello everyone, welcome back. This is Nirajana here from Leo Tales. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വാലന്റൈൻസ് ലുക്കാണ്. വാലന്റൈൻ ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ഗാലന്റൈൻ വേണമെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യാമല്ലോ നിങ്ങളുടെ ഫീമെയിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ. ഇനി അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ഒരുങ്ങി പുറത്ത് പോകാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഒരു വാലന്റൈൻസ് തീം ആയതുകൊണ്ട് ഒരു വാലന്റൈൻ സ്പെഷ്യൽ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു മേക്കപ്പ് ലുക്കാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള മേക്കപ്പ് പ്രോഡക്റ്റ്സ് ആണ് ഇന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാ മേക്കപ്പ് പ്രോഡക്ട്സിൻ്റെയും പ്രൈസ് എന്ന് പറയുന്നത് ഒരു 300-ന് താഴെയാണെന്ന് തോന്നുന്നു. അതെ, അത്രയേ ഉള്ളൂ. എക്സ്പെൻസീവ് ആയിട്ടൊന്നും നമ്മൾ ഇന്ന് യൂസ് ചെയ്തിട്ടില്ല. എല്ലാം വളരെ നല്ല ബ്രാൻഡുകളാണ്. നമ്മൾ ബ്രാൻഡിലൊന്നും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. പക്ഷേ അഫോർഡബിൾ ആയിട്ടുള്ള നല്ല ഗുഡ് ക്വാളിറ്റി ആയിട്ടുള്ള കുറേ പ്രോഡക്റ്റ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഏകദേശം ഇങ്ങനത്തെ ഉള്ളൊരു ലുക്കാണ് ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിലും ബേസ് മേക്കപ്പ് ഫൗണ്ടേഷൻ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അതാണ് ഈ ലുക്കിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. പ്രോഡക്ട്സും അതിൻ്റെ ഓൾട്ടർനേറ്റ് ചോയ്സസും എല്ലാ ലിങ്കുകളും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. അത് ചെക്കൗട്ട് ചെയ്യുക. വാലന്റൈൻസ് ഡേക്ക് ആർക്ക് വേണ്ടിയിട്ടും നിങ്ങൾ കരുതണ്ട, നിങ്ങൾക്ക് വേണ്ടി സ്വയം നല്ല ഭംഗിയായിട്ട് അങ്ങോട്ട് വരിക. എന്നിട്ട് പറ്റുമെങ്കിൽ ഒരു സോളോ ഡേറ്റിനൊക്കെ അങ്ങോട്ട് പോയി റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഇഷ്ടമുള്ള കോഫിയൊക്കെ കുടിച്ച് വന്ന് ചില്ല് ചെയ്യുക. ദർ ഇസ് നത്തിങ് ബെറ്റർ ദാൻ ബീങ് ഏബിൾ ടു എൻജോയ് യുവർ ഓൺ കമ്പനി. You don't need company always, right? Yeah, so that is my message for Valentine's Day for all the single ones out there. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ ബേസ് മേക്കപ്പിലെ ഒരു പ്രധാന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും കൺസീലറാണ്. ഞാനത് പൊതുവെ അപ്ലൈ ചെയ്യുന്നത് ഡാർക്ക് സർക്കിൾസ് ഉള്ള ഏരിയാസിലാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് LA Girl's പ്രോ കൺസീലറാണ്. പക്ഷേ നിങ്ങൾക്ക് മേബിലിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള ബ്രാൻഡ് ഉപയോഗിക്കാം. ഇതിൻ്റെ കീ എന്ന് പറയുന്നത് നിങ്ങളുടെ കറക്റ്റ് ഷെയ്ഡിനുള്ള ചൂസ് ചെയ്യുക. ലൈറ്ററോ ഡാർക്കറോ ആയി പോകരുത്. ഞാൻ ഇപ്പോൾ ഫാസ്റ്റ് ഫോർവേഡ് ഒന്നും അടിക്കാതെ വീഡിയോ കൃത്യമായിട്ട് കാണിച്ചിട്ടാണ്. ഞാൻ വിരൽ വെച്ച് അപ്ലൈ ചെയ്യുന്നു, ബ്ലെൻഡ് ചെയ്യുന്നു. വേറെ പ്രത്യേകിച്ച് ഒരു ടൂൾ ഉപയോഗിക്കുന്നില്ല. ആൻഡ് ഇറ്റ് ബ്ലെൻഡ്സ് ഔട്ട് സോ നാച്ചുറലി ആൻഡ് എൻ്റെ സ്കിൻ ടോണുമായിട്ടൊരു പെർഫെക്റ്റ് മാച്ചാണ്. ഇൻസ്റ്റൻ്റ്ലി തന്നെ ഒരു ഡിഫറൻസ് കണ്ടില്ലേ, ആ ഒരു ഗ്ലോ, അതാണ് കൺസീലറിൻ്റെ മാജിക് എന്ന് പറയുന്നത്. പിന്നെ എന്തെങ്കിലും ആക്നെ സ്കാറൊക്കെ ഉണ്ടെങ്കിൽ അവിടെയും കൺസീലർ ഉപയോഗിക്കാവുന്നതാണ്. കറക്റ്റ് ഷെയ്ഡിലുള്ള കൺസീലർ കണ്ടെത്തുക. ദാറ്റ് ഇസ് ഓൾ ദാറ്റ് യു ഹാവ് ടു ഡു. അപ്പോൾ നിങ്ങൾ വൺസ് അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബേസ് മേക്കപ്പ് ഇസ് ഡൺ. ഇനി അത് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. മേബലിൻ്റെ കോമ്പാക്റ്റ് ആണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്. മാറ്റ് പ്ലസ് പോർലെസ്. എൻ്റെ ഷെയ്ഡ് 128 ആണ്. സോ ഇതിനൊരു നല്ലൊരു മണമുണ്ട്, വിച്ച് ഐ ലൈക്ക്. ഇപ്പോൾ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സെറ്റിംഗ് പൗഡർ പല ടൈപ്പ് ഉണ്ട്. കോമ്പാക്ട് ചെയ്യാൻ പ്രിഫർ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് നമുക്ക് കൊണ്ടുവന്ന് ഉപയോഗിക്കാൻ എളുപ്പമാണ്. ഞാൻ അപ്ലൈ ചെയ്യാനായിട്ട് ഒരു സെപ്പറേറ്റ് ഒരു ട്രയാങ്കിൾ പൗച്ചല്ലല്ലോ പഫ് വാങ്ങിയിട്ടുണ്ട് ആമസോണിൽ നിന്ന്. അപ്പോൾ കണ്ണിനടിയിലൊക്കെ അപ്ലൈ ചെയ്യാൻ ഈസിയാണ്. റൗണ്ട് പഫിനെക്കാട്ടും കുറച്ചും കൂടെ ഒരു ഉപയോഗിക്കാൻ ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എപ്പോഴും ഈ ട്രയാങ്കിൾ പഫാണ്. അപ്പം എപ്പോഴും ഒരു ട്രയാങ്കിൾ പഫിൻ്റെ ഒരു സെറ്റ് ഓഫ് 2 ഞാൻ എപ്പോഴും കൈ കൊണ്ട് കിടക്കും. ഒന്ന് വീട്ടിലും ഒന്ന് എൻ്റെ ബാഗിലും എപ്പോഴും കാണും. ഇറ്റ് ഇസ് ആക്ച്വലി വെരി കംഫർട്ടബിൾ, നല്ല സോഫ്റ്റ് ആണ്. ആൻഡ് അതുപോലെ തന്നെ കോമ്പാക്ട് വെച്ച് ഉറപ്പായിട്ട് നിങ്ങൾ കൺസീലർ സെറ്റ് ചെയ്യണം. കാരണം അതർവൈസ് സ്കിൻ കുറച്ച് ഓയിലി ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി നമ്മുടെ ചെവിയുടെ നിറവുമായിട്ട് നമ്മുടെ സ്കിൻ ടോൺ മാച്ച് ചെയ്യണം. അത് നമ്മൾ മേക്കപ്പ് ഇടുമ്പോൾ അങ്ങനെ ആയിരിക്കണം. അല്ല, ചെവിയുടെ നിറവും ഇതും വ്യത്യസ്തമാണെങ്കിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും മേക്കപ്പ് ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ലൈറ്റാണ് ഡാർക്കാണ്. അപ്പോൾ നമ്മുടെ ഇയർ കളറുമായിട്ട് മാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി സ്റ്റാർട്ടിംഗ് വിത്ത് ഐ മേക്കപ്പ് ഞാനൊരു ലിക്വിഡ് ഐ ഷാഡോ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഷെയ്ഡ് നമ്പർ 3 ആണ് സ്വിസ് ബ്യൂട്ടിയുടെ. എനിക്ക് ഐ ഷാഡോ പൗഡർ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇടാനായിട്ട്. മാത്രമല്ല അത് നമുക്ക് ഡെയിലി മേക്കപ്പിൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഞാൻ ക്യാമറ ഓൺ ചെയ്തു എന്ന് വിചാരിച്ച് ഇത് ഫുൾ റെക്കോർഡ് ചെയ്തു എന്നാണ് ഓർത്തത്. പക്ഷേ അപ്പാരൻ്റ്ലി ഞാൻ റെക്കോർഡ് ബട്ടൺ നിൽക്കിയിട്ടില്ലായിരുന്നു. സോ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരികയാണ്. ഇത് വളരെ ഈസിയാണ് കണ്ണിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാനായിട്ട്. ആകെ ഞാൻ ചെയ്യുന്നൊരു കാര്യം, അതിൻ്റെ ഔട്ടർ ലൈൻ ഒരു ബ്രഷ് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു ഭയങ്കര ഷാർപ്പ് ലൈനായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ, അത് മാത്രം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. അതല്ലാതെ ഈ ഐ ഷാഡോ ഞാനങ്ങനെ ബ്ലെൻഡ് ചെയ്യില്ല. കൈവച്ച് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇറ്റ് ലുക്സ് കൈൻഡ് ഓഫ് വെരി പാർട്ടി വെയർ ലൈക്ക്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാവുന്നൊരു സ്റ്റെപ്പാണ്. ഫോർ ഐലൈനർ ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്മേയുടെ ഐക്കോണിക് ഐലൈനറാണ്. എനിക്ക് എപ്പോഴും കുറച്ച് ഗ്ലോസി ആയിട്ടുള്ള ഐലൈനറാണ് ഇഷ്ടം. മാത്രമല്ല ഇത് പീൽ ചെയ്ത് കളയാൻ എളുപ്പമാണ്. വാഷ് ചെയ്യുമ്പോഴൊന്നും ഇതിങ്ങനെ സ്റ്റെയിൻ ആയിട്ടൊന്നും കണ്ണിലിരിക്കില്ല. അപ്പം ഐ ഷാഡോ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഐലൈനർ അപ്ലൈ ചെയ്യുക. തിരിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പക്ഷേ എനിക്കത് കംഫർട്ടബിൾ അല്ല. എനിക്ക് കുറച്ചൊരു ഇങ്ങനെ വിങ്സ് ഇട്ട് എഴുതുന്ന അങ്ങനത്തെ രീതിയാണ് ഇഷ്ടം. കുറച്ച് തിക്കായിട്ട് വേണമെങ്കിലും കണ്ണെഴുതാം, കുഴപ്പമില്ല. ബട്ട് ഐലൈനർ ഇല്ലാതെ എൻ്റെ മേക്കപ്പ് ലുക്ക് ഒരിക്കലും കംപ്ലീറ്റ് ആവില്ല. ഇറ്റ് ഗിവ്സ് മീ ഭയങ്കര കോൺഫിഡൻസ് വെൻ ഐ സ്റ്റെപ്പ് ഔട്ട്. കണ്ണിന് താഴെ പൊതുവേ അങ്ങനെ എഴുതണം എന്ന് നിർബന്ധമില്ല. ഇപ്പോഴിപ്പോൾ ആരും അങ്ങനെ എഴുതാറില്ല. പക്ഷേ എനിക്കെന്തോ കണ്ണിൻ്റെ താഴെ ഒന്നും ചെറുതായിട്ടൊരു ഡാർക്കണിങ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു അൺകംഫർട്ടബിൾ ഫീലിംഗ് ആണ്. അറ്റ് ദ സെയിം ടൈം ഡാർക്ക് സർക്കിൾസ് ഉള്ളതുകൊണ്ട് സ്വെറ്റ് പ്രൂഫ് ആയിട്ടുള്ള ട്രാൻസ്ഫർ പ്രൂഫ് ആയിട്ടുള്ള കോയിൽ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പണി കിട്ടും. ഞാനിവിടെ ഷുഗറിൻ്റെയാണ് ഉപയോഗിക്കുന്നത്. ഷുഗർ, മേബലിൻ, ലാക്മേയുടെ എല്ലാ കോയിലും ഞാൻ മാറി മാറി യൂസ് ചെയ്തിട്ടുണ്ട്. ഈവൻ പ്ലമ്മിൻ്റെയും നല്ലതാണ്. എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ലുക്കാണ് കണ്ണിന് താഴെ ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. അടുത്ത മസ്കാര ഞാനിവിടെ ഉപയോഗിക്കുന്നത് മേബലിൻ്റെ തന്നെ മസ്കാര ആണ്. ഇത് 500 499 എന്തോ ആണ് പ്രൈസ്. പക്ഷേ ഇതിൻ്റെ ഒരു 300 വേർഷനിലുള്ളൊരു മസ്കാരയുണ്ട് മേബലിൻ്റെ. ഇത് രണ്ടുമാണ് ഞാൻ മാറി മാറി ഉപയോഗിക്കുന്നത്. എനിക്ക് ഈ ലാഷസ് ശരിക്കും പറഞ്ഞാൽ കാണാൻ പോലും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ലെങ്തനിങ് ആൻഡ് വോളിയമൈസിങ് ആയിട്ടുള്ള ഒരു മസ്കാര യൂസ് ചെയ്യുന്നത് ഇഷ്ടമാണ്. ഭയങ്കര ഒരു അൺനാച്ചുറൽ ലുക്കൊന്നുമല്ല, ബട്ട് വെരി നാച്ചുറൽ ആയിട്ടൊരു ലുക്ക് തരാനായിട്ട് പാർട്ടി വെയർ ആയിട്ടും ഒക്കെ ഉപയോഗിക്കാവുന്ന രീതിയിലാണ്. എനിക്ക് മസ്കാര വളരെ കംഫർട്ടബിളാണ്. ക്ലംപിംഗ് ഒന്നുമില്ല, റിമൂവ് ചെയ്യാനും വളരെ ഈസിയാണ്. എന്നാൽ ഇത് വാട്ടർ പ്രൂഫാണ്. സോ ഉപയോഗിക്കുന്ന ടൈമിൽ വളരെ കംഫർട്ടബിൾ
അവൈലബിൾ ആണ്. ഇതിൻ്റെ ഭംഗി കണ്ടിട്ടാണ് ഞാൻ എടുത്തത്. ഭയങ്കര ഫേമസും ആയിരുന്നു ഈ സ്കൈ ഹൈ റേഞ്ച്. ബട്ട് ദെൻ നിങ്ങൾക്ക് മേബിലിൻ്റെ ഏത് മസ്കാര വേണമെങ്കിലും യൂസ് ചെയ്യാം. ദർ ഓൾ റിയലി ഗുഡ്. അടുത്തത് ലിപ്പ് ആൻഡ് ചീക്കിന് ഞാൻ രണ്ടും കൂടി ഒരു പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. ലാക്മി റീസെൻ്റ് ആയിട്ട് അവിടെ ലിപ്പ് ചീക്ക് ടിൻറ്റ് ലോഞ്ച് ചെയ്തു. 4 ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. അതിൽ ഞാൻ പിക്ക് ചെയ്ത ഷെയ്ഡ് എന്ന് പറയുന്നത് പ്രിറ്റി പിങ്ക് ആണ്. ഒരു ക്യൂട്ട് ക്രയോൺ ലൈക്ക് പാക്കേജിങ്ങിലാണ് ഇത് വരുന്നത്. ഭയങ്കര ഒരു അഡോറബിൾ, അതായത് ഒരു ട്രാവൽ ഫ്രണ്ട്ലി പാക്കേജിങ്ങാണ്. നമുക്ക് കൊണ്ടു നടക്കാനും ഒക്കെ ഈസിയാണ്. മൾട്ടിപ്പിൾ മേക്കപ്പ് പ്രൊഡക്ട്സ് കൊണ്ടു നടക്കാൻ ഇഷ്ടമല്ല എന്നുള്ള ആൾക്കാർക്ക് ഇതൊരു സിംഗിൾ ലൈക്ക് 1 and done കൈൻഡ് ഓഫ് പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് പ്രിറ്റി പിങ്ക് അത്യാവശ്യം നല്ല ഒരു ഭംഗിയുള്ള ഒരു പിങ്കിഷ് റെഡ് കളർ ഷെയ്ഡാണ്. അത് എൻ്റെ പിഗ്മെൻറ്റഡ് ലിപ്സിൽ നല്ല ഭംഗിയായിട്ട് ഷോ അപ്പ് ചെയ്തു. എനിക്ക് പിഗ്മെൻറ്റേഷൻ ഹൈഡ് ചെയ്തു. എൻ്റെ ഡ്രൈ ലിപ്സിൻ്റെ ഡ്രൈനെസ് ഒട്ടും തന്നെ ആക്സെൻറ്റുവേറ്റ് ചെയ്തില്ല. ലിപ് ക്രയോണിൻ്റെ ടിപ്പ് വെച്ച് നമുക്ക് അത്യാവശ്യം ഒരു ലിപ്പ് ലൈനർ പോലെ വരയ്ക്കാനും പറ്റും. ഓവറോൾ എനിക്ക് യൂസ് ചെയ്തപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വളരെ ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. ആൻഡ് ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റിന് ഏറ്റവും വലിയ മെച്ചം ഇതൊരു ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റ് ആയതുകൊണ്ട് നമുക്കിനി അടുത്ത സ്റ്റെപ്പിൽ ഇത് നമുക്ക് ചീക്കിലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കണം. ഇതൊരു ടിൻ്റായിട്ട് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ വരുമെന്ന് അറിയണമല്ലോ. അപ്പം ഞാനൊരു ഹാർട്ട് ഷേപ്പൊക്കെ വാലൻസ് ഡേ ഒക്കെ ആണല്ലോ വെറൈറ്റി ആവട്ടെ എന്ന് വെച്ചാൽ ഞാനൊരു ഹാർട്ട് ഷേപ്പൊക്കെ വരച്ചു പോയ കാര്യമൊന്നുമില്ല. നിങ്ങൾ എങ്ങനെ വരച്ചാലും മതി. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. ബ്രഷ് ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഫിംഗേഴ്സ് വെച്ച് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ബ്ലെൻഡ് ചെയ്യാം. ആൻഡ് ഞാൻ പണ്ട് അങ്ങനെ ബ്ലഷ് ഉപയോഗിക്കുന്ന ആളല്ല. എനിക്ക് പൗഡർ ബ്ലഷ് ഇഷ്ടമേ അല്ല. പക്ഷേ ക്രീം ബ്ലഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മേക്കപ്പ് റെവല്യൂഷൻ്റെ ഒരു ക്രീം ബ്ലഷാണ് ഞാൻ പൊതുവെ യൂസ് ചെയ്യുന്നത്. പക്ഷേ അത് അറൗണ്ട് 500-600 പ്രൈസ് ഉണ്ട്. ഇത് ഫോർ 290 സച്ച് എ ഗുഡ് പ്രോഡക്റ്റ്. നമുക്ക് ഡെയിലി യൂസിന് യൂസ് ചെയ്യാം. കണ്ടോ, ഭയങ്കര ഒരു ഫ്ലഷ്ഡ് ചീക്ക് ലുക്കാണ്. എനിക്ക് ഈ ലുക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ്. ഇത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഐ ഷാഡോ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഓവറോൾ നിങ്ങൾക്ക് ഒറ്റ പ്രോഡക്റ്റ് കൊണ്ട് 3 in 1 യൂസാണ്. എനിക്ക് ഓവറോൾ ലുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രിറ്റി പിങ്ക് എന്നുള്ള ഈ ഷെയ്ഡ് ഞാൻ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യും. 290 റുപ്പീസിന് ഇത് വർത്താണ്. നിങ്ങളൊരു ബഡ്ജറ്റിലാണെങ്കിൽ ദിസ് ഇസ് സംതിങ് ദാറ്റ് യു മസ്റ്റ് ട്രൈ. ഇനി സ്ട്രോപ്പ് ക്രീമാണ് ഞാൻ അടുത്ത് ഉപയോഗിക്കാൻ പോകുന്നത്. പൊതുവേ നമ്മുടെ ഫുൾ ഫേസിൽ ഒരു ഹൈലൈറ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഞാൻ സ്ട്രോപ്പ് ക്രീംസ് യൂഷ്വലി യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ചീക്കിൻ്റെ ഏരിയയിൽ മാത്രമാണ്. ഇതിപ്പോൾ ഡോട്ട് ആൻഡ് കീയുടെ സ്ട്രോബെറി സ്ട്രോപ്പ് ക്രീമാണ്. ഇതൊരു ചെറിയൊരു ഷൈൻ തരും. കണ്ടല്ലോ, ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ സ്കിൻ കുറച്ച് ഡള്ളാന്ന് തോന്നുകയാണെങ്കിൽ ഫുൾ ഫേസിലും ഉപയോഗിക്കാം. ഞാൻ ചീക്സിൽ മാത്രം യൂസ് ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഗ്ലോ വേണം എന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഇലാന എന്നൊരു ബ്രാൻഡിൻ്റെയാണ്. വേറെ കുറച്ച് ബ്രാൻഡുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് കുറച്ചും കൂടി ഒരു മേക്കപ്പ് കൈൻഡ് ഓഫ് ലുക്ക് തരും. നിങ്ങളുടെ ഒരു പൗഡർ ഹൈലൈറ്റർ പോലെ കുറച്ചും കൂടി ഒരു ഷൈൻ തരും. കണ്ടോ, ഡിഫറൻസ് കണ്ടല്ലോ. മുകളിൽ ഡോട്ട് ആൻഡ് കീയും താഴെ ഇലാനയുടെ ഹൈലൈറ്ററുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഹൈലൈറ്റർ അല്ല, സ്ട്രോപ്പ് ക്രീം. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ചീക്സിൽ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യും. അപ്പം ബ്ലഷ് അപ്ലൈ ചെയ്ത് കുറച്ച് ചുമന്ന് പോയി എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല. കാരണം അതിൻ്റെ പുറത്ത് നമ്മൾ ഈ സ്ട്രോപ്പ് ക്രീം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഒരു ഗ്ലോ കിട്ടും. കണ്ടോ, ഭയങ്കര ഒരു ഹെൽത്തി ഗ്ലോ ആണ് ലെഫ്റ്റ് സൈഡ് ചീക്കിൽ കാണുന്നത്. റൈറ്റ് സൈഡിനെക്കാട്ടിലും ഒരു സട്ടിൽ ഗ്ലോ ആൻഡ് ഇറ്റ് ലുക്സ് വെരി നാച്ചുറൽ അല്ലേ. അതാണ് ഈ ബ്ലഷിൻ്റെയും സ്ട്രോപ്പ് ക്രീമിൻ്റെയും മാജിക് എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഏറ്റവും ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്ന പ്രോഡക്ട്സ് 2 ഇത് തന്നെയായിരിക്കും. ഡോട്ട് ആൻഡ് കീയുടെ സ്ട്രോപ്പ് ക്രീമും അതുപോലെ ലാക്മേയുടെ ലിപ്പ് ആൻഡ് ചീക്ക് ക്രയോണും. ഇത് രണ്ടും യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ മേക്കപ്പ് ഗെയിം തന്നെ മാറും. ആൻഡ് ഇറ്റ് ഇസ് സോ ഈസി ആൻഡ് സോ കൺവീനിയൻറ്റ് യൂസ്. ഇനി ഇപ്പോൾ ഒരു ബാക്കിയുള്ളൊരു കാര്യം എൻ്റെ ഐബ്രോസ് ആണ്. അത് ഞാൻ മറന്നുപോയി ചെയ്യാൻ. അപ്പോൾ നമുക്കത് ചെയ്യാം. ചാർമസി മിലാനോ എന്നുള്ള ബ്രാൻഡിൻ്റെ മൈക്രോടിപ്പ് ആയിട്ടുള്ള ഐബ്രോ പെൻസിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മൈക്രോടിപ്പ് പെൻസിൽ ഇസ് ദ ബെസ്റ്റ്. കാരണം നമുക്ക് ഒരു ഔട്ട്ലൈൻ കൊടുക്കാനും ഫില്ല് ചെയ്യാനും ഒക്കെ തന്നെ സ്യൂട്ടബിളാണ്. ഇത് ഡാർക്ക് ഡീപ്പ് ബ്രൗൺ എന്നൊരു ഷെയ്ഡിലാണ്. അതോ ബ്ലാക്ക് ആണോ എനിക്ക് ഓർമ്മയില്ല. എനിവേ നിങ്ങൾ ചൂസ് ചെയ്തെടുക്കുക ആസ് പെർ യുവർ സ്കിൻ ടോൺ ആൻഡ് ഹെയർ കളർ. ഇത് വെച്ചിട്ടാണ് ഞാൻ ഈ ഗ്യാപ്സ് ഫില്ല് ചെയ്യുന്നതും വരയ്ക്കുന്നതും. അതിൻ്റെ മറ്റേ സ്പൂളി വെച്ചിട്ട് ഞാൻ അതൊന്ന് ബ്രഷ് ചെയ്ത് വിടും. വളരെ നാച്ചുറൽ ഫുള്ളർ ഐബ്രോ ലുക്കാണ്. ഐബ്രോസ് ക്യാൻ മേക്ക് ഓർ ബ്രേക്ക് യുവർ ലുക്ക് എന്ന് പറയുന്നത് വളരെ സത്യമായ കാര്യമാണ്. എനിക്ക് എപ്പോഴും ഇങ്ങനെ ത്രെഡ് ചെയ്തതിന് ശേഷം ഐബ്രോസൊക്കെ വരച്ച് അങ്ങനെ ഭയങ്കര കോൺഫിഡൻസ് ആണ് എനിക്ക് മേക്കപ്പ് ലുക്ക് തരുന്നത്. വെറുതെ പുറത്ത് പോകുകയാണെങ്കിൽ എനിക്ക് ഐബ്രോസ് പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള നിർബന്ധമാണ്. സോ ദിസ് ഇസ് ദ ഫൈനൽ ലുക്ക്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്ന് ഉപയോഗിച്ചാൽ എനിക്ക് ഈ ലിപ്പിൻ്റെ ലാക്മേയുടെ പ്രോഡക്റ്റും സ്ട്രോപ്പ് ക്രീമും ഒക്കെ ആക്ച്വലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചുമ്മാ യാത്രക്കൊക്കെ പോകുമ്പോഴേ നമുക്ക് ഒരു 1 and done പ്രോഡക്റ്റ് പോലെ കൊണ്ടുപോകാൻ പറ്റുന്ന ടൈപ്പാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ പ്രോഡക്റ്റ്സ് ചെക്കൗട്ട് ചെയ്യുക. എപ്പോഴും ഞാൻ ഉപയോഗിച്ച് എനിക്ക് ഉറപ്പുള്ള നല്ല പ്രോഡക്ട്സിനെ കുറിച്ച് മാത്രമേ ഞാൻ വീഡിയോസ് ഇടാറുള്ളൂ. അപ്പോൾ സ്പോൺസേർഡ് വീഡിയോ അങ്ങനെ ഒരു കരുതൽ വേണ്ട, അങ്ങനെ ഒരു ചിന്ത വേണ്ട. ഇറ്റ്സ് ഓൾവേസ് അബൌട്ട് ദ പ്രോഡക്ട്സ് ദാറ്റ് ഐ ലൈക്ക് ആൻഡ് ഐ റെക്കമെൻഡ്. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്യുക. ലിങ്കുകൾ അവിടെയുണ്ട്. മറ്റ് ബ്യൂട്ടി വീഡിയോസും ഫാഷൻ വീഡിയോസും എല്ലാ പ്ലേലിസ്റ്റുകളും ഉണ്ടാവും. അതും ചെക്കൗട്ട് ചെയ്യുക. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.